മസാല ഇഡ്ഡലി ബൈറ്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് ഈസി ആയിട്ട്. ഇഡ്ഡലി ബൈറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടി, ഉപ്പ്. ഒരുപാട് പൊടികളൊന്നും വേറെ ചേർക്കണില്ല. ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ ഇഡ്ഡലി മാവ്. അപ്പോൾ നമുക്കിപ്പോൾ ഇഡ്ഡലി മാവ് ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും ഇഡ്ഡലി അല്ലാണ്ട് ഇതുപോലെ മസാല ഇഡ്ഡലി ബൈറ്റ്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും എളുപ്പം കിട്ടും. ഇപ്പം നമ്മളെവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോയാലും അവർക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഈ പൊടികളിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തു. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ഈ സവാളയും പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ളികളെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടാറിയിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങുകളെല്ലാം ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചാൽ മതി. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രമായിട്ട് കുറച്ച് മാത്രമേ അടിയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം കുറച്ച് ഇഡ്ഡലി മാവ് ഒഴിക്കാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നിലും പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് മാവും കൂടെ ഒഴിച്ച് ഇതിനെ കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും തിരിച്ചിടാം. അപ്പോൾ ഇപ്പം നമ്മുടെ മസാല ഇഡ്ഡലി ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ വീഡിയോസ്. ബൈ.